വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേവാലയങ്ങളിലൊന്നാണ് കോതമംഗലം രൂപതയിലെ പെരിങ്ങഴ സെൻറ്റ് ജോസഫ് ദേവാലയം. എന്നാൽ ചരിത്രത്തെക്കാൾ ഉപരി പെരിങ്ങഴ ഇടവക ഇന്ന് ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ നടക്കുന്ന പിതാപാതയിലൂടെയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലെ 7 വ്യാകുലങ്ങളെയും 7 സന്തോഷങ്ങളെയും ധ്യാനിക്കുന്ന സ്ലീവാപാതയ്ക്ക് സമാനമായ രീതിയിൽ 7 സ്ഥലങ്ങൾ സ്ഥാപിച്ച് നടത്തുന്ന പിതാപാത ഇന്ത്യയിൽ തന്നെ മറ്റെവിടെയും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എല്ലാ ബുധനാഴ്ചയും നടക്കുന്ന ഈ പിതാപാതയിൽ പങ്കെടുക്കുന്നതിലൂടെ നിരവധി അത്ഭുതങ്ങളാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ പിതാപാതയുടെ സവിശേഷതകൾ പങ്കുവയ്ക്കുകയാണ് വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ. യേശുമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഖ്യാതി ദൈവം ഈ ഭൂമിയിൽ ഒത്തിരിയേറെ വർദ്ധിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. യൗസേപ്പ് പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ, അവന് കിട്ടിയ കൃപകൾ, ഒപ്പം മനുഷ്യാവതാരത്തോടുകൂടെ അവൻ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെയും വിഷമതകളെയും ഒക്കെ ദൈവത്തോട് ചേർന്ന് നിന്ന് അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റിയ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ധ്യാനിക്കുവാൻ പിതാപാത എന്ന് പറയുന്ന സെൻറ്റ് ജോസഫ് പെരിങ്ങഴ ഇടവകയിലെ സംരംഭത്തെക്കുറിച്ച് 2 വാക്ക് പറയുവാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. എൻ്റെ പുറകിൽ കാണുന്നതുപോലെ പിതാപാത എന്ന് പറയുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ദുഃഖവും സന്തോഷവും 7 സ്ഥലങ്ങളിലായിട്ട് നിജപ്പെടുത്തി തൻ്റെ ജീവിതത്തിൻ്റെ ഏടുകളെ ഒന്ന് അവതരിപ്പിക്കുന്നതാണ് പിതാപാത എന്ന് പറയുന്നത്. ഈ പിതാപാതയിൽ ഒന്നാമത്തെ ദുഃഖം തന്നെ പരിചയപ്പെടുത്തിയ താൻ വിവാഹം കഴിക്കുവാൻ പോകുന്ന മറിയം, അവൾ ഗർഭിണിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരിയേറെ ദുഃഖമുണ്ടായി മനസ്സിൻ്റെ ഉള്ളിൽ. പക്ഷേ വിശുദ്ധ യൗസേപ്പ് പിതാവ് അത് ദൈവത്തോട് ചേർന്ന് നിന്ന് അതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഒന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് ആശങ്കകൾ ഉണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു പരിണത ഫലമാണ്. അങ്ങനെ മനുഷ്യാവതാരത്തിൻ്റെ ഒരു മഹാരഹസ്യം വിശുദ്ധ യൗസേപ്പ് പിതാവിന് കിട്ടിയപ്പോൾ സന്തോഷത്താൽ അദ്ദേഹം അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 7 സ്ഥലങ്ങളാണ്. ഇവിടെയെല്ലാം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സങ്കടങ്ങൾ, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സന്തോഷങ്ങൾ നമ്മെ പരിചയപ്പെടുത്തി ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന വേദനകളെ, നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളെ, അതിനെയെല്ലാം സമചിത്തതയോടുകൂടെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യജന്മം. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ മാർച്ച് മാസം 19-ാം തീയതി ഊട്ട് നേർച്ചയോടുകൂടെ ഇവിടെ ആഘോഷിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ എല്ലാവരും അവർ പങ്കുവയ്ക്കുന്ന വിഭവങ്ങൾ എടുത്തുകൊണ്ട് ആ ഊട്ട് തിരുനാൾ ആഘോഷമാക്കി മാറ്റുക. ബുധനാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുസ്മരണത്തോടുകൂടെ 10 മണിക്ക് വിശുദ്ധ കുർബാനയും ദൈവവചന ശുശ്രൂഷയും നൊവേനയും പ്രാർത്ഥനകളുമെല്ലാം ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. തിരുനാളിനോട് അനുബന്ധിച്ച് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമധാരികളായ എല്ലാവരെയും ഒരു ദിവസം പ്രത്യേകമായിട്ട് 18-ാം തീയതിയാണ് എല്ലാവരെയും പ്രത്യേകമായി അനുസ്മരിക്കുന്നുണ്ട്. ഇടവകയിലും അതുപോലെ പുറമേ നിന്ന് വരുന്ന എല്ലാ ജോസഫുമാരെയും പ്രത്യേകമായിട്ട് ആദരിക്കുകയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസം കൂടിയായിട്ടാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മധ്യസ്ഥവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.